ഈ സൈക്കോതെറാപ്പി സാർ പഠിച്ചതാണോ? കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി, രണ്ട് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഓക്കെ. അത് ഇഷ്ടം കൊണ്ടാണ്. സൈക്കോളജി പുസ്തകങ്ങൾ പണ്ടേ ഇഷ്ടമാണ്. ഡിഗ്രിയൊക്കെ പഠിച്ച സമയത്ത് നമ്മുടെ ലൈബ്രറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വെച്ച് വായിക്കുന്ന പുസ്തകങ്ങളിൽ കൂടുതലും സൈക്കോളജി റിലേറ്റഡ് പുസ്തകങ്ങളായിരുന്നു. അങ്ങനെ 2 പുസ്തകം വീട്ടിൽ അമ്മ കത്തിച്ച് കളഞ്ഞു. അതിൻ്റെ ഫൈനൊക്കെ കോളേജിൽ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ സൈക്കോളജി പഠിച്ച് പെട്ടാൽ നമ്മൾ ഈ പറഞ്ഞാൽ എല്ലാത്തിനെയും കയറി വ്യാഖ്യാനിക്കാൻ, നമ്മളെല്ലാം കയറി വ്യാഖ്യാനിക്കാൻ പോയല്ലോ ഈ പഠിച്ചതിൻ്റെ ബേസിസിൽ. അമ്മയെ കണ്ടീഷനിങ് ആണ്, അമ്മയെ ട്രോമയാണെന്നൊക്കെ പറഞ്ഞാൽ അമ്മയ്ക്ക് ദേഷ്യം വരായിരിക്കും. അത് പറഞ്ഞതുകൊണ്ടാണ്. വീട്ടിൽ ശരിക്കും താല്പര്യമായിരുന്നോ ഇങ്ങനത്തെ ഒരു മേഖലയിലേക്ക് നടന്നപ്പോഴത്തേക്കും? അല്ല ആക്ച്വലി അല്ലായിരുന്നു, ഒരിക്കലും അല്ലായിരുന്നു. ഞാനിങ്ങനെ ട്രെയിനിങ് ഫീൽഡിലോട്ട് പോകുമ്പം ഞാൻ ഈ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ പറയുന്നൊരു ഉദാഹരണം പറഞ്ഞാൽ പറയാം. ഈ അനുസരണത്തെ പറ്റിയൊക്കെ നമ്മളെപ്പോഴും പറയും. ഞാൻ 2 അനുസരണക്കേടുകൾ കാണിച്ചത് കൊണ്ട് അത്യാവശ്യം സെറ്റിലായ മനുഷ്യൻ തന്നെ പറയാം. ഒരു അനുസരണക്കേട് ഇതായിരുന്നു. ഈ ഒന്ന് പ്രസ്ഥാനങ്ങളിലുള്ള പ്രവർത്തനം, അതിനോടൊപ്പം തന്നെ ഈ ക്ലാസ് എടുത്ത് അവന്നില്ല, ലോകം നന്നാക്കാൻ നടക്കുന്നു എന്നൊരു കാഴ്ചപ്പാട്. അപ്പം ഇന്ന് ഇങ്ങനൊരു വേദിക്ക് വേണ്ടി മാതാപിതാക്കൾ മക്കളെ പറഞ്ഞ് പുഷ് ചെയ്ത് വിടുന്നുണ്ട്. അന്ന് അങ്ങനെ ഒരു വേദിയിൽ ചാൻസ് കിട്ടിയ മോനെ അതിന് വിടണം എന്നൊരു കാഴ്ചപ്പാട്. എൻ്റെ വല്യപ്പനും വല്യമ്മയാണ് എന്നെ വളർത്തിയത്. എൻ്റെ ഗ്രാൻഡ് പേരൻസ് എന്നെ വളർത്തിയത്. എൻ്റെ പേരൻസിൻ്റെ കൂടെ ഇല്ലായിരുന്നു, അത് പിന്നീട് ഞാൻ പറയാം. സെപ്പറേറ്റഡ് ആയിരുന്നു അവർ. അപ്പോൾ എന്നെ നോക്കി എന്നെ കുഞ്ഞിലോട്ടെ വളർത്തിയത് എൻ്റെ വല്യപ്പനും വല്യമ്മയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൻ്റെ മാറ്റം ഈ മനുഷ്യർ അങ്ങനെ അറിയുന്നില്ല. അപ്പോൾ ആ അപ്പച്ചനും അമ്മച്ചിയും വളർന്ന കാലഘട്ടത്തിലെ പേരൻറ്റിങ് ഫിലോസഫിയിലാണ് ഞാൻ വളർന്നു വരുന്നത്.